السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ ഹദീസു അത്താസി അശർ 19ാമത്തെ ഹദീസാണ് ഇമാം നവവി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള അൽ അർബഊനിൽ നിന്നും ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് വായിക്കാനുള്ളത്. عن أبي عباس عبد الله بن عباس رضي الله عنهما قال كنت خلف رسول الله صلى الله عليه وسلم فقال يا غلام إني أعلمك كلمات احفظ الله يحفظك احفظ الله تجده تجاهك إذا سألت فاسأل الله وإذا استعنت فاستعن بالله واعلم أن الأمة لو اجتمعت على أن ينفعوك بشيء لم ينفعوك إلا بما كتب الله لك ولو اجتمعوا على أن يضروك بشيء لم يضروك إلا بشيء قد كتبه الله عليك رفعت الأقلام وجفت الصحف رواه الترمذي وقال حديث حسن صحيح. وفي رواية غير الترمذي احفظ الله تجده أمامك تعرف إلى الله في الرخاء يعرفك في الشدة واعلم أن ما أخطأك لم يكن ليصيبك وما أصابك لم يكن ليخطئك واعلم أن النصر مع الصبر والفرج مع الكرب والعسر مع اليسر. സഹോദരങ്ങളെ, കുറച്ച് ദൈർഘ്യമുള്ള ഒരു ഹദീസാണ്. ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ആദ്യ ഭാഗം 2 റിവായത്തുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, 2 റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ റിപ്പോർട്ട് നവവി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ അത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന് അദ്ദേഹം ഹദീസുൻ ഹസനുൻ സഹീഹ് എന്ന് കൊടുത്തത് കാണാൻ സാധിക്കും. ഹദീസിൻ്റെ പരമ്പരകളിൽപ്പെട്ട അതിൻ്റെ ദറജയിൽപ്പെട്ട 2 കാര്യമാണ് സഹീഹായ ഹദീസ് അതുപോലെ ഹസനായ ഹദീസ് എന്നുള്ളത്. സഹീഹായ ഹദീസ് എന്ന് പറയുന്നത് ആ നിവേദന പരമ്പരയിലുള്ള മുഴുവൻ ആളുകളും അങ്ങേയറ്റത്തെ ഹിഫ്ളും അങ്ങേയറ്റത്തെ ആ രൂപത്തിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുകളൊക്കെ ഒത്തുചേർന്നാലാണ് ആ പരമ്പരയെ നമ്മൾ സഹീഹായ പരമ്പര എന്ന് പറയുന്നത്. ആ പരമ്പരകളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഓർമ്മയിൽ ചെറിയൊരു കുറവോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പിന്നീട് പറയുന്ന പേരാണ് ഹസൻ ആയ പരമ്പര എന്ന് പറയുന്നത്. അഥവാ പരമ്പരയിലെ വ്യക്തികളനുസരിച്ച്, അതിൽ റിപ്പോർട്ടർമാർക്ക് അനുസരിച്ചിട്ടാണ് ഹദീസിൻ്റെ നിദാന ശാസ്ത്രത്തിൽ ഒരു ഹദീസ് സ്വഹീഹാണ് അല്ലെങ്കിൽ ഹസനാണ് എന്ന് പറയുന്നത്. ഈ 2 കാര്യവും, സ്വഹീഹായ ഹദീസുകളും ഹസനായ ഹദീസുകളും ഒക്കെ നമുക്ക് അമലിന് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ തിർമിദിയുടെ ഒരു ശൈലിയാണ്, അദ്ദേഹം ചില ഹദീസുകളോടൊപ്പം ഹദീസ് ഹസനുൻ സഹീഹ് എന്ന് കൊടുക്കും, ഏതെങ്കിലും ഒന്നും കൊടുക്കുകയില്ല. അപ്പം എങ്ങനെയാണ് ഒരൊറ്റ റിപ്പോർട്ടിൽ അങ്ങനെ 2ഉം കൂടി വരുന്നത്? പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞൊരു അഭിപ്രായമാണ് അദ്ദേഹത്തിന് അഥവാ തിർമിദി റഹിമഹുല്ലക്ക് 2 റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാകും. ഒരു റിപ്പോർട്ടിലുള്ള റിപ്പോർട്ടർമാരെല്ലാം അങ്ങേയറ്റം സ്വീകാര്യയോഗ്യരായ സഹീഹ് എന്ന് പറയാൻ പറ്റുന്ന റിപ്പോർട്ടർമാരുള്ളതായിരിക്കാം. രണ്ടാമത്തേത് അതിലേതെങ്കിലും ഒരു വ്യക്തിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായേക്കാം, അപ്പം അത് ഹസൻ എന്ന ദർജയിലേക്ക് താഴും. അപ്പം അങ്ങനെയുള്ള 2 റിപ്പോർട്ടുകൾ ഒരുമിച്ച് അദ്ദേഹത്തിന് കിട്ടുമ്പോഴാണ് അങ്ങനെയുള്ള ഹദീസുകളെ അദ്ദേഹം ആ 2 പരമ്പരയും അദ്ദേഹം പരിഗണിച്ചുകൊണ്ട് അത് ഹസനുൻ സഹീഹ് എന്ന് പറയുന്നുണ്ട്. അതല്ലാത്ത ചില അഭിപ്രായങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം ഇഹ്ഫദില്ലാ തജിദ്ഹു അമാമക് എന്നുള്ള ഭാഗം അത് ഗൈർ തിർമിദി എന്നാണ് ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അത് ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിലും അത്തബറാനിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ സഹീഹായ പരമ്പരയോട് വന്നിട്ടുള്ള ഹദീസാണ്. നോക്കാം, ഈ ഹദീസിലെ റാവി അഥവാ സഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അൽ അർബഊൻ നവവിയിൽ ഇമാം നവവി കൊടുക്കുന്ന ആദ്യത്തെ ഹദീസാണ് ഇതിലെ 19ാമത്തെ ഹദീസ്. നവവി റഹിമഹുല്ലയുടെ ഒരു ശൈലിയുണ്ട് ഈ ഹദീസ് ഗ്രന്ഥത്തിൽ. അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഒരു സഹാബിയുടെ ആദ്യത്തെ ഹദീസാണെങ്കിൽ ആ സഹാബിയെ ഒന്ന് അല്പം വിശദമായി പരിചയപ്പെടുത്തും, അദ്ദേഹത്തിൻ്റെ കുനിയത്തൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. നമുക്ക് കണ്ടിട്ടുണ്ട് മുമ്പൊക്കെ. എന്നാൽ പിന്നീട് ആ സഹാബിയുടെ റിവായത്ത് വരുമ്പോൾ അത് പൂർണ്ണമായി അദ്ദേഹം പേര് കൊടുക്കാറില്ല. ഇവിടെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അദ്ദേഹത്തിൻ്റെ കുനിയത്താണ്. അത്
അബു അബ്ബാസ് എന്ന് പറയുന്നത്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാ ഇബ്നു അബ്ബാസ്. രണ്ടുപേരും സഹാബികളാണ്. അതുകൊണ്ടാണ് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹുമ, രണ്ടുപേർക്കും അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇനി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ മകന് അദ്ദേഹം പേരിട്ടത് ഉപ്പയുടെ പേരിന്, ഉപ്പയുടെ പേര് അബ്ബാസാണ്. മൂത്ത മകനും അദ്ദേഹം പേരിട്ടത് അബ്ബാസ് എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത് അങ്ങനെ വരുന്നത്, അബു അബ്ബാസ്. അബ്ബാസിന്റെ വാപ്പ അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ബാസിന്റെ മകനുമാണ്. അബ്ബാസിന്റെ വാപ്പയുമാണ് അബ്ദുള്ള, അബ്ബാസിന്റെ മകനുമാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഈ രണ്ടുപേരും സഹോദരങ്ങൾ. അത് മനസ്സിലാക്കുക. ശരി, എന്താണ് ഈ ഹദീസിൽ ഉള്ളത്? ഈ ഹദീസിൽ കാണാൻ സാധിക്കും, അതിന്റെ ആദ്യത്തിൽ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഉദ്ധരിക്കുന്നതിന് മുമ്പ് അതിന്റെ പശ്ചാത്തലം ഇത് എവിടുന്നാണ് പറഞ്ഞതെന്ന് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിരുന്നു എന്നാണ് പറയുന്നത്. ഖൽഫ എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ ഹദീസിന്റെ ഈ ഒരു പരമ്പര മാത്രം എടുത്ത് നോക്കുമ്പോൾ പിന്നിൽ നടന്നു വരികയാണോ അതല്ല വാഹനപ്പുറത്ത് പിന്നിലാണോ ഒന്നും വ്യക്തമല്ല. പക്ഷേ മറ്റു റിവായത്തുകൾ, മറ്റു പരമ്പരകൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വാഹനപ്പുറത്താണ് ആരുണ്ടായിട്ടുള്ളത്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാഹനത്തിന്റെ പുറകിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയമായിട്ടാണ് പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുള്ളത്. കാരണം ആ കാലഘട്ടങ്ങളിൽ വലിയ അഷ്റാഫുകളായ, വലിയ വിലയുള്ള, നിലയും വിലയൊക്കെയുള്ള ആളുകളൊന്നും അങ്ങനെ ഒരാളെ പുറകിൽ തന്നെ ഇരുത്തൂല. അത് അന്നത്തെ ശൈലി അതാണ്. അതായത് അവരൊറ്റയ്ക്ക് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുകയുള്ളൂ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലുള്ള ഒരു ഇതും കാണിച്ചിട്ടിരുന്നില്ല. അവിടുന്ന് അങ്ങേയറ്റം വിനയത്തോടു കൂടിയാണ് സഞ്ചരിച്ചിരുന്നതും ജീവിച്ചിരുന്നതും ഒക്കെ നമുക്ക് കാണാം. അവിടുന്ന് അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ പരിഗണിക്കുമായിരുന്നു, അവരോട് അങ്ങോട്ട് പോയി സലാം പറയുമായിരുന്നു, അവരോട് സംസാരിക്കുമായിരുന്നു. ഇവിടെ നമുക്ക് കാണാം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ അഭിസംബോധന ചെയ്തിട്ടാണ് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് വിളിച്ചത്? യാ ഗുലാം, യാ ഗുലാം എന്നാണ് പറയുന്നത്, കുട്ടിയെ എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ യാ ഗുലാം എന്നാണ് വിളിക്കുന്നത്. ചില റിവായത്തിൽ യാ ബുനയ്യ, പൊന്നുമകനെ, അങ്ങനെ കാണാൻ സാധിക്കും. ആരാണ് ഗുലാം എന്ന് പറയുന്നത്? അറബി ഭാഷയിൽ ഒരാൾ ജനിച്ചിട്ട് ഏകദേശം പ്രായപൂർത്തിയെത്തുന്നത് വരെ, അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയിട്ടൊരു 1-2 വർഷം അപ്പുറം വരെയും വിളിക്കുന്ന പേരാണ്, കുട്ടിക്ക് വിളിക്കുന്ന പേരാണ് ഗുലാം എന്ന് പറയുന്നത്. അറബിയിൽ ഓരോ സ്റ്റേജിലും പ്രത്യേക പേരൊക്കെ ഉണ്ട്. ചെറിയ കുട്ടിയെ നമ്മൾ സൊബി എന്ന് പറയും, ചെറിയ കുട്ടിയെ സൊബി എന്ന് പറയും. പിന്നീട് തുഫൽ എന്ന് പറയും കുട്ടിയെ. തുഫൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടിക്കാണ് തുഫൽ എന്ന് പറയുന്നത്. ഏകദേശം പ്രായപൂർത്തിയെത്തി, പ്രായപൂർത്തിയോടടുക്കാൻ നേരം, അതുപോലെ പ്രായപൂർത്തിയെത്തി, അതായത് ഒരു 13, 14, 15, 16, 17 ഈ ഒരു പ്രായത്തിനൊക്കെ പറയുന്ന പേരാണ് ഗുലാം എന്നാണ് പറയാറുള്ളത്. ഗുലാം എന്നാണ് പറയുക. അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഫത്ത എന്നാണ് പറയുക. യുവാവ് എന്നുള്ള അർത്ഥത്തിൽ ഫത്ത എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. യുവാവ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് വേറൊരു വാക്കിനും യുവാവ് എന്ന് പറയേണ്ടി വരും. കാരണം അതിനുശേഷമുള്ളത്, പിന്നീട് അങ്ങോട്ടുള്ളത് 40 വയസ്സ് വരെ ഉള്ളതിന് ഷബാബ് എന്നാണ് പറയുക. ഷാബ് എന്നാണ് പറയുക. ഇതൊക്കെ ഓരോ പ്രായക്കാർക്ക് പറയുന്ന പേരുകളാണ്. മലയാളത്തിൽ ചിലപ്പോൾ അത്രയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ പിന്നീട് എല്ലാവരെയും യുവാവ് എന്നാണ് പറയാറുള്ളത്. ഈ രൂപത്തിൽ 18 മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകളെ ഷാബ് എന്നായിരിക്കും പറയാം. അപ്പം അങ്ങനെയൊക്കെ പേരുകളുണ്ട് എന്ന് കാണാൻ സാധിക്കും. ചെറിയ കുട്ടിക്ക് സൊബി എന്ന് പറയും, അതിനുശേഷം തുഫൽ എന്ന് പറയും, അതിനുശേഷം സൊബി എന്നോ ഗുലാം എന്നൊക്കെ പറയും. പ്രായപൂർത്തിയെത്തി കഴിയുന്നത് വരെയും അത് പറയും. പിന്നീട് ഷാബ് എന്ന് പറയും, പിന്നീട് ഫത്ത എന്ന് പറയും, പിന്നീട് ഷാബ് എന്ന് പറയും. ഈ പറയുന്ന രൂപത്തിലൊക്കെ ഉണ്ട്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചെറിയ കുട്ടിയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹിജറ ചെയ്ത് വന്ന് ഏകദേശം 3 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ജനിക്കുന്നത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇല്ല. അഫ്വാൻ 3 വയസ്സ് ആണ് ഉണ്ടായിരുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന സമയത്ത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് 3 വയസ്സാണുള്ളത്. അതായത് ചെറിയ കുട്ടിയാണ്, അതായത് ചെറിയ കുട്ടിയായിട്ടാണ് വരുന്നത്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ഏകദേശം 13 വയസ്സൊക്കെ ആർക്കുള്ളൂ? അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്കുള്ളൂ. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം 5 വയസ്സുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് 15 വയസ്സ് ഉണ്ടാകും, അഥവാ 13 15 ഒക്കെ ആ ഒരു വയസ്സ് പ്രായം മാത്രമാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് ഉണ്ടായിരുന്നത്. അതായത് ഒരു ചെറുപ്പക്കാരനാണ് എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ പോലും അത്രേ പ്രായമുള്ളൂ എന്ന് കാണാൻ സാധിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യുന്നത്? ആ കുട്ടിയോട് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വളരെ നല്ല രീതിയിലാണ് കുട്ടി അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ആളുകളെ പഠിപ്പിക്കുന്ന ആളുകളും ജനങ്ങൾക്ക് നന്മയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ട രീതിയാണ്. ആളുകൾ സ്വീകരിക്കാൻ പാകത്തിലുള്ള വാക്കുകളൊക്കെയാണ് അവർ അഭിസംബോധന ചെയ്യേണ്ടത്. അതല്ലാതെ അവരെ അകറ്റുന്ന രൂപത്തിലുള്ള വാക്കുകളാക്കാൻ പാടില്ല. നല്ല അധ്യാപകരാകട്ടെ, നല്ല പ്രബോധകന്മാരാകട്ടെ, അവർക്കുണ്ടായിരിക്കേണ്ട ഗുണത്തിൽപ്പെട്ട ഒന്നാണ് അവരാരെയാണോ അഭിസംബോധന ചെയ്യുന്നത് അവരേറ്റവും രൂപത്തിൽ അവരാ പറയുന്ന കാര്യം സ്വീകരിക്കാൻ പാകത്തിലുമാണ് നമ്മൾ പറയാൻ. അതല്ലാതെ അവരകറ്റുന്ന രൂപത്തിൽ പറയാൻ പാടില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയിൽപ്പെട്ടതാണ് ചെറിയ കുട്ടികളെയും പരിഗണിച്ചിരുന്നു. കുട്ടികളാണ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുക അല്ലെങ്കിൽ അവരെ വിലയില്ലാതാക്കി കാണുക എന്നുള്ളത് അവിടെ നിന്നുണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികൾക്കും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ പരിഗണിക്കുകയും അവരോട് സംസാരിക്കുകയും അവരോട് സലാം പറയുകയൊക്കെ ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. ചിലരത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എന്താ പറയുക, ഒരു വക്കാറത്താണ്. നമുക്കൊരു ആ ഒരു സ്ഥാനമൊക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കുറച്ച് വലിയ ആളായിപ്പോയാൽ അങ്ങനെ കുട്ടികളോടൊന്നും സംസാരിക്കാൻ പാടില്ല, അപ്പോൾ നമ്മൾ വില കുറഞ്ഞു പോകും എന്നൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. മറിച്ച് കുട്ടികളോടൊക്കെ നമ്മൾ പെരുമാറുകയും സംസാരിക്കുകയൊക്കെ വേണം. എന്താണ് പറയുന്നത്? യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരട്ടെയോ എന്നാണ്. അപ്പോൾ ആ ഒരു ആമുഖം നല്ലതാണ്. ചില റിവായത്തിൽ യാ ഗുലാം അല ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ കുറച്ച് വാക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ബല യാ റസൂലല്ലാഹ്, അതെ അള്ളാഹുവിൻ്റെ റസൂലെ എന്ന് പറയുന്ന റിവായത്തും കാണാം. എന്നിട്ടാണ് ബാക്കി പറയുന്നത്. അപ്പോൾ ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിക്കുന്നത്. ആരും ഇഷ്ടപ്പെടുന്നതാണ്. ഒരറിവ് പഠിപ്പിച്ചു നൽകുന്നത് ആളുകൾ ഇഷ്ടപ്പെടും. അപ്പം നല്ലൊരു ശൈലിയായിട്ട് പണ്ഡിതന്മാർ നമുക്ക് അതിൽ നിന്നും പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് എന്താണ് ആദ്യം പറഞ്ഞത് സഹോദരങ്ങളെ? ഒന്നാമത്തെ കാര്യം ഇഹ്ഫളില്ലാ യഹ്ഫളുക. ഇഹ്ഫളില്ലാ, ഹഫിള എന്ന് പറയുന്ന വാക്കിന് നേർക്കുനേരെ അർത്ഥം സംരക്ഷിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇഹ്ഫളില്ലാ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ സംരക്ഷിക്കുക എന്നാണ് അതുകൊണ്ട് വാക്കർത്ഥം കിട്ടുന്നത്. എങ്കിൽ യഹ്ഫളുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംരക്ഷിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിനെ സംരക്ഷിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ വിലക്കുകളെ നീ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് എന്തെങ്കിലുമൊക്കെ വിലക്കിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക. അതാണ് അള്ളാഹുവിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ നമ്മൾ സംരക്ഷിക്കണം. അതിനെ കാറ്റിൽ പറത്താൻ പാടില്ല. അള്ളാഹു ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യണം. അതിന് കാറ്റിൽ പറത്തുന്നവൻ ഇഹ്ഫളില്ല എന്ന് പറയുന്ന കാര്യം ചെയ്തിട്ടില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ ദീനി ചിഹ്നങ്ങൾ എന്തുണ്ടോ അതിനൊക്കെ ബഹുമാനിക്കാൻ പഠിക്കണം, അതിനൊക്കെ ബഹുമാനിക്കണം. ഇതാണ് ഇഹ്ഫളില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലൊരു കാര്യം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ മുകളിലാണ്. നമുക്ക് അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു കാര്യം ദീനിൽ ഇങ്ങനെയാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ തലയുടെ മുകളിൽ വെക്കുന്ന അത്രയും സ്ഥാനം നമ്മൾ അതിന് കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ പരമാവധി റബ്ബിനെ അനുസരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കും. ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്, അള്ളാഹു തആല വിലക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ സഹോദരങ്ങൾ നമ്മുടെ തലക്ക് മുകളിലാണ്. അത്രയും സ്ഥാനത്തോടു കൂടി നമ്മൾ അതിനെ കണക്കാക്കുന്നതായിരിക്കും. അതിനെതിരായിക്കൊണ്ട് വിലക്ക് വന്നാൽ നമ്മുടെ ദേഹേച്ഛകളെ നമ്മൾ എന്ത് ചെയ്യും? അറുത്തുമാറ്റിയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പെരുമാറുന്നതിനാണ് ഇഹ്ഫളില്ലാ എന്ന് പറയുന്നത്. ഇഹ്ഫളില്ലാ എന്ന് പറഞ്ഞാൽ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില പണ്ഡിതന്മാർ പറയുന്നു ഇതിൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക, ദീൻ ഹിഫ്ളാക്കുക എന്നതുകൂടി ഇത് ഉൾപ്പെടുന്നുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ കലാം ഹിഫ്ളാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഹിഫ്ളാക്കുക, അതുപോലെ ദീനിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുക, ഇതെല്ലാം ഇഹ്ഫളില്ലാ എന്നതിൽ ഉൾപ്പെടും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ദീനിന്റെ നല്ല മജ്ലിസുകൾ കണ്ടാൽ അത് പാഴാക്കി കളയാതെ അതിൽ പങ്കെടുക്കുക എന്നുള്ളതും ഇഹ്ഫളില്ലാ എന്നതിൻ്റെ ഭാഗമാണ്. കാരണം അവിടെ അള്ളാഹുവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, പരലോകത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു സദസ്സിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെടുമെന്നാണ്. ഇഹ്ഫളില്ലാ
എന്ന് പറയുന്നതിൽ ഉൾപ്പെടും. എന്താണ് അതിന്റെ പ്രതിഫലം? എന്താണ് അതിന്റെ ജസാ? യഹ്ഫദ്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ തിരിച്ച് സംരക്ഷിക്കുന്നതാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലാഹു നിന്റെ ദുനിയാവ് നിനക്ക് സംരക്ഷിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം ഉപകാരങ്ങൾ മസ്ലഹത്തുകൾ ഉണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകും. എന്തെല്ലാം ഖൈറുകൾ ബറക്കത്തുകൾ ഉണ്ടോ അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. പക്ഷെ അതിന്റെ അർത്ഥം എന്തല്ല? അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ആളുകൾക്ക് ഒരു പരീക്ഷണങ്ങളൊന്നും വരില്ല എന്ന അർത്ഥമില്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമ്മളെ യഹ്ഫദുല്ല യഹ്ഫദ് എന്ന് പറഞ്ഞാൽ നമുക്കൊരാപത്തും വരാതെ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കും എന്ന അർത്ഥമില്ല. കാരണം ചില ആപത്തുകൾ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. ചിലപ്പോൾ അത് നമുക്ക് വലിയ ഗുണമായിരിക്കും. അള്ളാഹു നമുക്ക് നൽകുന്ന രോഗങ്ങളാകട്ടെ, അതുപോലെയുള്ള മറ്റ് മുസീബത്തുകളാകട്ടെ, ഇതിൻ്റെ എല്ലാം പിന്നിൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വലിയ ഹിക്മത്തുണ്ട്. നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ ഉദ്ദേശിച്ചിട്ടാണ് ചില സമയത്ത് അള്ളാഹു തആല നമുക്ക് ചില രോഗങ്ങളൊക്കെ നൽകുന്നത്. അതല്ലാതെ രോഗങ്ങളോ മുസീബത്തുകളോ അത് അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ആളുകളാണ് നമ്മൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അമ്പിയാക്കൾക്ക് ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അമ്പിയാക്കൾ അഖിലവും എല്ലാ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ് അമ്പിയാക്കൾ. മറ്റു മനുഷ്യരെ പോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നു. ഇതിനധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടത്തേക്ക് പനി വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പറയും സാധാരണക്കാരെക്കാളും ഇരട്ടിയാണ് അവിടുന്ന് പ്രയാസം ഉണ്ടാക്കുക. അത് അള്ളാഹു തആല അവർക്ക് കൂടുതൽ പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചതാണ്. അപ്പം അള്ളാഹു നമ്മളെ തിരിച്ച് സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കൊരു മുസീബത്ത് ഉണ്ടാവുകയില്ല എന്നല്ല. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഞാൻ കറക്റ്റ് നിസ്കരിക്കാനൊക്കെ പോകുന്ന ആളാണ്, എല്ലാ വർഷവും കറക്റ്റ് സക്കാത്തൊക്കെ കൊടുക്കുന്നുണ്ട്, ഞാൻ സാധിക്കുന്ന പോലെ പാവങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് പിന്നെയും പ്രയാസം, എൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഇതെല്ലാം നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സമയത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹു നമുക്ക് ഹൈറായത് കൊണ്ട് തന്നെയാണ്. നമ്മളത് നീക്കിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കും, അതും അതിൻ്റെ ഹൈറിൽപ്പെട്ടതാണ്. നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കും. അല്ലെങ്കിൽ ഒരു മുസീബത്ത് വന്നാൽ നമ്മൾ അള്ളാഹു നന്നായി പ്രാർത്ഥിക്കും. അതൊക്കെ നമ്മുടെ ഇബാദത്തിന്റെ ഗണത്തിലേക്കാണ്, നമുക്ക് പ്രതിഫലങ്ങളായി മാറ്റുകയാണ്. ഇത് ക്ഷമിക്കുന്നതിന് പ്രതിഫലമുണ്ട്, അത് മാറിക്കിട്ടാൻ ദുആ ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്, ഇത് ക്ഷമയോടുകൂടി ഒരു തുറവി ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നതിന്, ഇതെല്ലാം സഹോദരങ്ങളെ പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മുസീബത്ത് ഉണ്ടായി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിച്ചില്ല എന്നർത്ഥം വെക്കാൻ പാടില്ല. അതിനേക്കാളും വലിയ കാര്യമാണ് നമ്മുടെ ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുക എന്നുള്ളത്. അഥവാ നമ്മൾ അള്ളാഹുവിനെ സാധിക്കുന്നത് പോലെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമുകളിൽ പെടാതെ നമ്മളെ സംരക്ഷിക്കും. ഹറാമായ കാര്യങ്ങളിൽ നിന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കും. നമ്മളെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന സന്ദേഹങ്ങൾ ശുബ്ഹാത്തുകൾ ഉണ്ടാകുന്നതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കും. ഇസ്തിഖാമത്തോടുകൂടി അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകും, അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അങ്ങനെ ദീനിന്റെ എല്ലാ ഉപകാരങ്ങളും നൽകും. എപ്പോൾ? ഇഹ്ഫദില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകളെയും വിലക്കുകളെയും നീ മാനിച്ചാൽ ഇഹ്ഫദ്, അള്ളാഹു നിന്റെ ദീനും ദുനിയാവും ഒക്കെ നിന്നെ സംരക്ഷിച്ച് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറയുന്നു ഇഹ്ഫദില്ലാ തജിദുഹു തുജാഹക്. ഇഹ്ഫദില്ലാ, അള്ളാഹുവിനെ സംരക്ഷിച്ചാൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥം തന്നെ. എങ്കിൽ എന്താണ് നിനക്ക് സാധിക്കുന്നത്? എന്താണ് ലഭിക്കുന്നത്? തജിദുഹു തുജാഹക് ഐ അമാമക്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിന്റെ മുന്നിൽ നിനക്ക്, നിന്റെ സഹായിയായിട്ട് നിനക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്, അള്ളാഹു നിന്നെ നേരെ നടത്തുന്നതാണ്. നിനക്ക് തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് തൗബ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ നൽകുന്നതാണ്. നീ ഏതെങ്കിലുമൊക്കെ തെറ്റിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹു അതിൽ നിന്ന് നിന്നെ തെറ്റിച്ചിട്ട് ഖൈറിന്റെ വഴിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നിന്നെ നടത്തും. പിശാച് ദുർബോധനങ്ങൾ നടത്തുന്ന സമയത്ത്, നിന്നെ വഴി കേടിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, അത് മനുഷ്യരിൽപ്പെട്ടവരാകട്ടെ ജിന്നുകളിൽപ്പെട്ടവരാകട്ടെ, പിശാചുക്കൾ നിന്നെ വഴിതെറ്റിക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിഫ്ള് നിനക്കുണ്ടാകും. അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് പരമാവധി പാലിക്കുന്നവനാണെങ്കിൽ അവൻ അതിലൊന്നും പെടുത്താതെ റബ്ബ് സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചുകൊണ്ട് അവൻ്റെ ജീവിതം നല്ല രൂപത്തിലേക്ക് അള്ളാഹു തആല മാറ്റിക്കൊടുക്കും. ഇതാണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഹ്ഫദില്ലാ യഹ്ഫദ്ക്, ഇഹ്ഫദില്ലാ തജിദുഹു തുജാഹക്. പിന്നീട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇദാ സഅൽത ഫസ്അലില്ലാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറയുന്നത് വഇദാ സഅൽത, നീ ചോദിക്കുകയാണ് എങ്കിൽ ഫസ്അലില്ലാ,
അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കണം. കാരണം അള്ളാഹുവാണ് ഗനി, പരാശ്രയമുക്തനായ എല്ലാ നന്മകളും ഉള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് നിന്റെ ചോദ്യങ്ങൾ അവനിൽ മാത്രം നിനക്ക് ഒതുക്കാൻ സാധിച്ചാൽ നീയാണ് വലിയ തൗഫീക്ക് ലഭിച്ചവൻ. അള്ളാഹു തആലയോട് മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ, മറ്റൊരാളോടും ചോദിക്കുകയില്ല. നിന്റെ ചോദ്യം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഈ വാക്കിന് 2 മർത്തബകളുണ്ട്, 2 പദവിയുണ്ട്. അതായത് ചോദ്യം എന്ന് പറയുന്നത് 2 രൂപത്തിലുണ്ട്. ഒന്ന്, അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറയുന്നത് വാജിബായ ചോദ്യമുണ്ട്. 2 മുസ്തഹബായ ചോദ്യമുണ്ട്. വാജിബായ ചോദ്യം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണ്. റബ്ബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അഥവാ അള്ളാഹു തആലക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ, മറ്റൊരു പടപ്പിനും അതിന് കഴിയില്ല. അങ്ങനെയുള്ള ചോദ്യം അത് റബ്ബിനോട് ചോദിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. അത് റബ്ബല്ലാത്ത ആളുകളോട് നീ ചോദിച്ചാൽ അതാണ് ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും കൊടിയ പാപമായ ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പം അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാതെ മറ്റൊരാളോടും ചോദിക്കാൻ പാടില്ല. അത് അള്ളാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും ഉന്നത പദവി നൽകി അലങ്കരിച്ച അവൻ്റെ നബിമാരോടോ നബിമാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ ആരോടും പാടില്ല. മലക്കുകളോട് പാടില്ല, ജിന്നുകളോട് പാടില്ല, പടപ്പുകളോട് ഒരാളോടും പാടില്ല. കാരണം അവർക്കാർക്കും ഇതിന് സാധിക്കുകയില്ല. കാരണം ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ഉടമപ്പെടുത്തുന്ന കാര്യമാണ്. ഈ കാര്യം ചെയ്തു തരാൻ, ഈ ദോഷത്തിൽ നിന്നും നിന്നെ അകറ്റാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. ആ ചോദ്യങ്ങൾ അള്ളാഹുവിനോടേ പാടുള്ളൂ. ഉദാഹരണത്തിന് ഹിദായത്ത് ചോദിക്കുക, ഹിദായത്ത് തൗഫീഖ്, ഒരാൾ ഹിദായത്ത് എന്നെ ഹിദായത്തിലാക്കണമേ, നമ്മൾ ആരോട് ചോദിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. നമ്മൾ അള്ളാഹുവിനോടാണ് എപ്പോഴും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ഇഹ്ദിന എന്നുള്ള പ്രാർത്ഥന, ഹിദായത്തിലാക്കണേ എന്നുള്ള പ്രാർത്ഥന ആരെങ്കിലും മറ്റൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കായി തീർന്നു. കാരണം ഇത് അള്ളാഹു തആലക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരാളെ വഴികേടിലാക്കണോ, ഒരാളെ ഹിദായത്തിലാക്കണോ എന്നുള്ളത് മറ്റൊരാൾക്കും അതിൽ പങ്കില്ല. അതുപോലെ ഷഫാഅത്ത് ചോദിക്കുക, ശുപാർശ ചോദിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ഉടമപ്പെടുത്തുന്ന കാര്യമാണ് ശുപാർശ. ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്. നബിയെ പറയുക, മുഴുവൻ ശുപാർശകളും മുഴുവൻ ഷഫാഅത്തുകളും ലില്ലാഹ്, അള്ളാഹുവിൻ്റെ അധീനതയിലാണ്. അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ നിങ്ങൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്നൊരാളോട് പറയാൻ പാടില്ല. കാരണം എന്താണ്? അയാൾക്ക് ശുപാർശ അയാൾ ഉടമപ്പെടുത്തുന്നില്ല. അയാൾക്ക് ഓരോരുത്തർക്കും ദുനിയാവിൽ പോയി ചോദിക്കുന്നത് പോലെ, ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തണേ, ഇവൻ നമ്മളെ ആളാണ്, നമ്മുടെ നാട്ടിലുള്ള ആളാണ്, നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ചോദിച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ശുപാർശ എന്ന് പറയുന്നത്. ആളുകൾ ദുനിയാവിൽ ഉള്ള ശുപാർശകൾ പോലെയാണ് പരലോകത്തെ ശുപാർശയെ കാണുന്നത്. പരലോകത്തെ ശുപാർശ എന്ന് പറയുന്നത് അള്ളാഹു ശുപാർശ ചെയ്യുന്നവരൊരു ആദരവായി നൽകുന്ന ഒരു ചോദ്യം മാത്രമാണ്. അഥവാ നേരത്തെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ആരെയാണ് ശുപാർശ ചെയ്യേണ്ടത് എന്നുള്ളത് അള്ളാഹു തീരുമാനിക്കും. ആ വ്യക്തികൾക്ക് തൗഹീദുള്ളവരായിരിക്കണം, അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടായിരിക്കണം, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകണം ഇവർക്ക് ശുപാർശ ലഭിക്കണം എന്നുള്ളത്. അങ്ങനെ അള്ളാഹു തആല പറയും, നീ ശുപാർശ ചെയ്തോളൂ. അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഷഫാഅത്ത് എന്ന് പറയുന്നത്. അള്ളാഹു നൽകേണ്ട കാര്യമാണ്. ഒരാളോട് നബിയെ താങ്കൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്ന് പറയാൻ പാടില്ല. നബിയെ താങ്കൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്ന് പറയാൻ പാടില്ല. കാരണം ഇത് ദുനിയാവല്ല. ഇത് നേരെ പോയി നിനക്ക് ശുപാർശ ചെയ്തു തരാൻ എനിക്കങ്ങനെ അധികാരം ലഭിക്കും. മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ആർക്കാണ് ശുപാർശ ചെയ്യാൻ സാധിക്കുക? ആർക്കും ചെയ്യാൻ സാധിക്കില്ല. ആർക്കും അറിയില്ല എനിക്ക് ഇന്നാളെ ശുപാർശ ചെയ്യാൻ പറ്റും എന്നും ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ശുപാർശകൾ ഒരാളോടും ചോദിക്കാൻ പാടില്ല. ദുആകൾ ചോദിക്കാൻ, ദുആകൾ തേടാൻ പാടില്ല. മുഴുവൻ പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാകുന്നു. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതിനാൽ അള്ളാഹുവോടൊപ്പം നിങ്ങൾ ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല. ദുആകൾ, പ്രാർത്ഥനകൾ, സഹായതേട്ടങ്ങൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പാടുള്ളൂ. അതാണ് ഇദാ സഅൽത ഫസ്അലില്ല. അതിൽ വാജിബായ തേട്ടം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പറഞ്ഞു രണ്ടുണ്ട്, വാജിബുണ്ട്, മുസ്തഹബുണ്ട്. പിന്നീട് മുസ്തഹബുണ്ട്, അള്ളാഹിനോട് ചോദിക്കൽ മുസ്തഹബുണ്ട് എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് കുറ്റം വരുന്നില്ല. അതേതാണ്? അത് മനുഷ്യർക്ക് കൂടി ചെയ്തു തരാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ അതുകൂടി അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ പൂർണ്ണത. ഉദാഹരണത്തിന് നിനക്ക് അത്യാവശ്യം സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. ഒരാളോട് വേണമെങ്കിൽ പോയിട്ട് നിങ്ങളൊരു 10,000 രൂപ എനിക്ക് തരണം എന്ന് ചോദിക്കാവുന്നതാണ്.
എന്നാൽ അതിനേക്കാളും ഉന്നതമായ പദവിയാണ് നമ്മൾ അള്ളാഹിനോട് തന്നെ ചോദിക്കുക. അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹ് എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, നീ എങ്ങനെയെങ്കിലും ഇതിനൊരു വഴിയുണ്ടാക്കി നൽകണം. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുക, അള്ളാഹിനോട് നമ്മൾ ചോദിക്കുക. കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹിനോട് ചോദിക്കുക, സഹായങ്ങൾ കിട്ടാൻ അള്ളാഹുവിനോട് ചോദിക്കുക. ഇങ്ങനെ ഒരാൾക്ക് ചോദിക്കാൻ സാധിച്ചാൽ അതതിൻ്റെ പൂർണ്ണതയാണ്. കാരണം ഭൂമിയിൽ നമ്മെ സഹായിക്കുന്ന ആരാകട്ടെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കേവലം സബബുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ആരാണ് നമുക്ക് നൽകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു നൽകിയതിൽ നിന്നാണ് ഒരാൾ നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ തോന്നിപ്പിച്ചാൽ മാത്രമേ അവൻ നൽകുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഇതിന്റെ പിന്നിൽ മുഴുവനും. അവൻ കേവലം ഒരു സബബ് മാത്രമാണ്, ഒരു കാരണക്കാരൻ മാത്രമാണ്. അതുകൊണ്ട് നൽകുന്നവനോട് തന്നെ നേരിട്ട് നമ്മൾ ചോദിക്കുക, ഇതിന്റെ ഇടയിലുള്ള ആളോട് ചോദിക്കാൻ നിൽക്കേണ്ടതില്ല. അതാണ് അതിന്റെ പൂർണ്ണത. എന്നാൽ നമുക്ക് അനുവാദമുണ്ടോ? അനുവാദമുണ്ട്. ഒരാളുടെ കടം ചോദിക്കൽ അനുവാദമുള്ള കാര്യം തന്നെയാണ്. ഒരാളോട് ഒരു വായ്പ ചോദിക്കൽ, ഒരു സഹായം ചോദിക്കൽ അനുവാദമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ പൂർണ്ണത നമ്മൾ അള്ളാഹിനോട് മാത്രം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇദാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. പിന്നീട് പറയുന്നു വഇദസ്തഅൻത ഫസ്തഅൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടുക. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വാജിബുണ്ട്, മുസ്തഹബുണ്ട്. അള്ളാഹിനോട് മാത്രം സഹായം തേടേണ്ട കാര്യങ്ങളുണ്ട്. ആ സഹായം അള്ളാഹിനോടേ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മനുഷ്യരോട് ചോദിക്കാൻ പറ്റിയ സഹായങ്ങളില്ലേ? ഉണ്ട്. പടപ്പുകളോട് ചോദിക്കാൻ പറ്റിയ സഹായങ്ങളുണ്ട്, അത് പടപ്പുകളോട് ചോദിക്കാം. അത് രണ്ടും വേറെ വേറെയാണെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം, സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു ഇദസ്തഅൻത ഫസ്തഈൻ ബില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ, സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. അതുകൊണ്ട് തന്നെ ആരും വിഡ്ഢികളായ ആളുകൾ ആരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ വഞ്ചിതരാകേണ്ടതില്ല. നിങ്ങൾ ഡോക്ടറോട് മരുന്ന് എഴുത്തരാൻ ചോദിക്കാറില്ലേ? ഉമ്മയോട് ഭക്ഷണം എടുത്തു തരാൻ ചോദിക്കാറില്ലേ? ശരി, നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പറയുന്നു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോടേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിക്കേണ്ട കാര്യം അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഡോക്ടറോട് മരുന്ന് എഴുതി തരാൻ ചോദിക്കുന്ന കാര്യം അത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യമല്ല. അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഷിഫയാണ്. അതല്ല അള്ളാഹു എനിക്കൊരു ഡോളർ എത്തിരണമെന്ന് ചോദിക്കുക, അള്ളാഹുവിനോടുള്ള അനാദരവാണ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് റബ്ബിനോട് ചോദിക്കുന്ന കാര്യമല്ല എന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റും. ദാഹിക്കുന്ന സമയത്ത് അള്ളാഹു ഒരു ഗ്ലാസ് വെള്ളം തരണേ എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള അനാദരവാണ്, അങ്ങനെ ഒരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ. മറിച്ച് അള്ളാഹു എനിക്ക് വെള്ളം നൽകണമേ, അള്ളാഹു മഴ വർഷിപ്പിച്ച് തരണമേ, ഇതാണ് നമ്മൾ റബ്ബിനോട് ചോദിക്കുക. മറ്റേത് പടപ്പുകളോട് ചോദിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വളരെ വ്യക്തം, രാവും പകലും പോലെ വ്യക്തമാണ് ഈ ചോദിക്കുന്ന കാര്യങ്ങൾ. ഏതാണ് പടപ്പുകളോട് ചോദിക്കുന്നത്, ഏതാണ് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടത്, വളരെ വ്യക്തമാണ്. റബ്ബെ ഒരു കുഞ്ഞിനെ നൽകണേ എന്ന് ആരോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതാണ് ചോദിക്കുമ്പോൾ അള്ളാഹിനോട് ചോദിക്കണം എന്ന് പറയുന്നത്. എന്നാൽ കുട്ടികൾ ഉണ്ടാകാത്ത ഒരാൾ അതിനു വേണ്ടിയിട്ടുള്ള വല്ല ഫെർട്ടിലിറ്റി സെന്ററിലും പോയി ഒരു ഡോക്ടറെ സമീപിച്ച് നമുക്കിങ്ങനെ കുട്ടികളാകുന്നില്ല, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കുറിപ്പുകൾ, എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ തരണം, ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ അത് പടപ്പുകളോട് ചോദിക്കേണ്ടതാണ്. വളരെ വ്യക്തമാണ് ഈ കാര്യങ്ങൾ. അങ്ങനെ ഏതേതെടുത്ത് നോക്കിയാലും അതിൽ അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം അത് വേറെ തന്നെയാണ്, അത് പടപ്പുകളോട് ചോദിക്കേണ്ടത് വേറെയാണ്. രണ്ടും വേറെയാണ്. അതുകൊണ്ട് തന്നെ സഹായം ചോദിക്കേണ്ടത്, രോഗം മാറ്റാൻ ചോദിക്കേണ്ടത്, ഇതെല്ലാം അള്ളാഹിനോടാണ്. അള്ളാഹു എൻ്റെ രോഗം മാറ്റണേ, അത് മാത്രമേ ഖുർആനിൽ കാണാൻ സാധിക്കുള്ളൂ. പ്രാർത്ഥനകൾ മുഴുവൻ അള്ളാഹിനോടല്ലാതെ ഒരാളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഖുർആനിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, രാവും പകലും പോലെ വ്യക്തമായ കാര്യമാണ്. ഏതെങ്കിലും ഒരു ആയത്തിൽ, ഏതെങ്കിലും സ്വഹീഹായ ഒരു ഹദീസിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതായി എന്തെങ്കിലും ഒരു വരി, ഒരു അരവരി ഇന്ന് വരെ ഈ വാദിക്കുന്ന ആളുകൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. അതല്ലാതെ ഇവർ പറയുന്ന ആശയക്കുഴപ്പത്തിന്റെ പിന്നിലേക്കൊന്നും ഒരു നിലക്കും നമ്മൾ നോക്കേണ്ടതില്ല. അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. നമ്മൾ ഒരൊറ്റ കാര്യം, അള്ളാഹു അല്ലാത്തുള്ള ആൾക്കാരോട് പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ ഒരൊറ്റ ആയത്ത് കൊണ്ടുവരിക, ഒരു ഹദീസിന്റെ പകുതിയെങ്കിലും കൊണ്ടുവരിക. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് സാധിക്കുകയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയാൻ അവതരിപ്പിച്ചതാണ് ഖുർആൻ. അമ്പിയാക്കൾ മുഴുവൻ വന്നുപോയത് അതിനാണ്. പിന്നെ അതിലെങ്ങനെയാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നതായിട്ട്, സഹായം തേടുന്നതായിട്ട് കാണാൻ സാധിക്കുക? ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. അത് വ്യക്തമായി മനസ്സിലാക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് എന്ന് മനസ്സിലാക്കുക. ഇതോടെ നമ്മൾ പറഞ്ഞു, ചോദിക്കലും സഹായം തേടലും പടപ്പുകളോടാണെങ്കിൽ പോലും നമ്മളത് ചോദിക്കാതെ
അള്ളാഹിനോട് തന്നെ നേരിട്ട് ചോദിക്കാനാണ് ഏറ്റവും നല്ലത്. മനുഷ്യരോട് ചോദിക്കാൻ അനുവാദമുള്ള കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ സഹായം തരണം, ഒരു പൈസ കടെടുക്കാനുണ്ടാവോ, ഒരു ഇന്നത് കടെടുക്കാനുണ്ടാവോ, മനുഷ്യരോട് ചോദിക്കാം, അനുവാദം അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ അതും അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറയുന്നത് വലിയ കമാലാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു വളരെ മനോഹരമായ ഒരു വാക്ക് പറഞ്ഞത് കാണാൻ സാധിക്കും. യുക്റഹുലിൽ ഇൻസാനി അയ്യസ്തഈന ബിൽ മഖ്ലൂഖ്. പടപ്പുകളോട് സഹായം ചോദിക്കുക, അഥവാ അവർക്ക് കഴിവിൽപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വായ്പ ചോദിക്കലും മറ്റുമൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത് കറാഹത്താണ്. അത് പൊതുവെ അത്ര പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമല്ല. എന്നാൽ യുസ്തഹബ്ബുലിൽ മഖ്ലൂഖി അയ്യുഈനൽ മഖ്ലൂഖ്, മറ്റൊരാളെ സഹായിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം മുസ്തഹബാക്കിയ കാര്യമാണ്. അപ്പം ഞാൻ നിനക്ക് കട അങ്ങോട്ട് തരിക, നിനക്ക് പ്രയാസം കണ്ടറിഞ്ഞിട്ട് അങ്ങോട്ട് അവനെ സഹായിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മുസ്തഹബാക്കിയ കാര്യമാണ്. എന്നാൽ പൈസ ഇല്ലാത്തവൻ തിരിച്ച് ചോദിക്കുക എന്ന് പറയുന്നത് കറാഹത്താക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ആളുകളെ കണ്ടറിഞ്ഞ് സഹായിക്കുക എന്നുള്ളതാണ്. ഒരാൾ ചോദിക്കുക എന്ന് പറയുന്നത് അയാൾക്ക് കറാഹത്താണ്. പരമാവധി ചോദിക്കാതെ അള്ളാഹോട് മാത്രം ചോദിക്കലാണ് നല്ലത്. എന്നാൽ അതുകൊണ്ട് നമ്മളവനെ അള്ളാഹോട് ചോദിച്ചോട്ടെ എന്നിട്ട് ബാക്കിയുള്ളവരും ഉണ്ടായിരിക്കലല്ല. നമ്മളൊരാൾ പ്രയാസം കണ്ടാൽ നമ്മൾ അങ്ങോട്ട് പോയി സഹായിക്കലാണ്. കാരണം ഹദീസുകളും തെളിവുകളൊക്കെ എടുത്തു നോക്കിയാൽ ആളുകൾ അങ്ങോട്ട് സഹായിക്കാനുള്ള ഒരുപാട് തെളിവുകൾ കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പുറത്ത് പ്രയാസമുള്ളവൻ നേരിട്ട് അള്ളാഹിനോട് തന്നെ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതും ധാരാളം കാണാൻ സാധിക്കും. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുമ്പോൾ വളരെ മനോഹരമായ രീതിയിലായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുക. ആരും ആരോടും ആവശ്യങ്ങൾ, പരാതികൾ പറയുന്നില്ല. എന്നാൽ എല്ലാ ആളുകൾക്കും സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മനോഹരമായ പരസ്പരമുള്ള സഹായ ബന്ധങ്ങൾ സഹോദരങ്ങളെ കാണാൻ സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. പണ്ഡിതന്മാർ പറയുന്നു, ശേഷമുള്ള ഹദീസിന്റെ ഭാഗം അത് വിവരിക്കുന്നുണ്ട്. എന്താണത്? വഅലം, നീ ശരിക്കും മനസ്സിലാക്കണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. ഈ ഉമ്മത്ത് മുഴുവൻ, സമുദായം മുഴുവൻ, എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട്, ലൗ ഇജ്തമഅത്, എല്ലാവരും ഒരുമിച്ച് കൂടി, അലാ അൻ യൻഫഉക ബിശൈഇൻ, താങ്കൾ ചെറിയൊരു നന്മ താങ്കൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ഉമ്മത്ത് മുഴുവൻ ഒരുമിച്ച് കൂടി എന്ന് നിങ്ങൾ വിചാരിക്കുക. ലം യൻഫഉക ബിശൈഇൻ, അവർക്ക് നിനക്കൊരു ഉപകാരം ചെയ്യാൻ സാധിക്കുകയില്ല, ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക, അള്ളാഹു നിനക്ക് എഴുതിയതല്ലാതെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നന്മകളെ നിന്റെ അടുത്ത് എത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ചോദിക്കുമ്പോൾ അള്ളാഹിനോട് തന്നെ ചോദിച്ചോളൂ. സഹായം തേടുമ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചോളൂ. കാരണം അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് ഒന്നും നിന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. നീ ആളുകളോട് മുഴുവൻ പോയി പരാതികൾ പറഞ്ഞാലും പ്രയാസങ്ങൾ പറഞ്ഞാലും അള്ളാഹു ഇല്ലെങ്കിൽ നിനക്കത് ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തന്നെ നീ നേരിട്ട് ചോദിച്ചു നോക്കൂ, അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി തിരിച്ചും പറയുന്നു. എന്താണ് പറയുന്നത്? ഇനിജ്തമഉ, ചില റിവായത്തിൽ വലൗ ഇജ്തമഉ, അവരെല്ലാവരും ഒരുമിച്ച് കൂടി, അല അൻ യദുറൂക ബിശൈഇൻ, നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടി, ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കെതിരെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിനക്കൊരു ഉപദ്രവം ഉണ്ടാവുകയുള്ളൂ. നിനക്കൊരു ഉപദ്രവം സംഭവിക്കണമെന്ന് അള്ളാഹു എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ നിനക്കൊരു ഉപദ്രവം സംഭവിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു ഉപദ്രവം സംഭവിക്കുകയില്ല. നമ്മുടെ ഈമാൻ വർദ്ധിക്കേണ്ട, ഖദറിലുള്ള വിശ്വാസം ദൃഢപ്പെടേണ്ട മഹത്തരമായ വാക്കുകളാണിത്. ചെറിയ കുട്ടിയെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധീരത പഠിപ്പിച്ചു കൊടുക്കാൻ ചെറിയ പ്രായത്തിൽ നമ്മൾ ആരെയും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച കാര്യങ്ങളെ ഇവിടെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹിന്റെ ദീൻ ആചരിക്കുന്ന സമയത്ത്, സത്യം പറയുന്ന സമയത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മൾ ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇല്ലാണ്ടാക്കി കളയും. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ദീൻ ഉപേക്ഷിച്ചിട്ട് നടന്നു കളയുകയല്ല വേണ്ടത്. മറിച്ച് എല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിനക്കൊരു പോറലേൽക്കുകയില്ല. എന്നിട്ടല്ല നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ പോകുന്നത്, നിന്നെ നാട് കടത്താൻ പോകുന്നത്. സഹോദരങ്ങൾ, അങ്ങനെ പേടിച്ചിട്ട് ഇസ്ലാം ഉപേക്ഷിക്കുക, ദീനി ചിഹ്നങ്ങൾ ഉപേക്ഷിക്കുക, അങ്ങനെ ചെയ്യേണ്ടവനല്ല ഒരു മുസ്ലിം. മറിച്ച് അവൻ മനസ്സിലാക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപദ്രവം അവനെതിരെ എഴുതിയിട്ടില്ല എങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ, ഒരു പ്രത്യേക പാർട്ടി മാത്രം ഒരുമിച്ച് കൂടണ്ട, അല്ലേ? അങ്ങനെയാണ് ആളുകൾക്ക് പേടി വരുന്നത്. ഫാഷിസ്റ്റ് ശക്തികളൊക്കെ ഒരുമിച്ച് കൂടി നമുക്കിങ്ങനെ പേടി മനസ്സിൽ, ഒരു പേടിയൊന്നും പേടിക്കേണ്ടതില്ല. കാരണം അവർ മാത്രമല്ല, ഇവിടെ മുഴുവൻ ആളുകളും ഇസ്ലാമിനെതിരെ തിരിഞ്ഞു എന്ന് വിചാരിക്കുക, മുസ്ലിമീങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്ന് വിചാരിക്കുക. അവർ ഇസ്ലാം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കൂടി നമ്മൾ ഉപദ്രവിക്കുമെന്ന് പറയുമെന്ന് വിചാരിക്കുക. മുസ്ലിമീങ്ങൾ ഉപേക്ഷിക്കാൻ പാടുണ്ടോ? പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ എന്ന വർഷത്തിൽ നിനക്ക് വലിയ ഉപദ്രവം ഉണ്ടാകണം, നീ ഇല്ലാതായി പോകണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇസ്ലാം ഉപേക്ഷിച്ചാലും ശരി, ദീനിന്റെ ചിഹ്നങ്ങൾ ഉപേക്ഷിച്ചാലും ശരി, നിനക്കത് അനുഭവിക്കേണ്ടി വരും. ഈ ഉപേക്ഷിച്ചത് നിനക്ക് നഷ്ടമെന്ന് മാത്രം.
എന്നാൽ ഇസ്സത്തോടുകൂടി പ്രതാപത്തോടുകൂടി ദീനിൽ അടിയുറച്ചു നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് സഹായം തേടിയിട്ട് ഒരാൾ മുന്നിൽ നിന്നാൽ അള്ളാഹു അപ്പോഴും ഉദ്ദേശിച്ച കാര്യം, അള്ളാഹു എഴുതിയ കാര്യം അതേ നിനക്ക് സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈമാൻ വർദ്ധിപ്പിക്കേണ്ടതായ വലിയ മഹത്തരമായ ഒരു പാഠമാണ് ഈ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു റുഫിഅത്തിൽ അഖ്ലാം, പേന എഴുത്ത് നിർത്തി അത് ഉയർത്തിയിട്ടുണ്ട്. കാരണം ആകാശഭൂമികളെ പടക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പേനയെ പടച്ചിട്ട് ഉക്തുബ്, എല്ലാം എഴുതിക്കോളൂ. പേന ചോദിച്ചു എന്താണ് എഴുതേണ്ടത്? അപ്പോൾ ഖിയാമത്ത് നാൾ വരെ സംഭവിക്കുന്ന മുഴുവനും എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് എഴുതി. അള്ളാഹുവിന് എങ്ങനെയാണ് എഴുതാൻ അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ ജനിച്ച് അവർ വലുതായി അവർ ചെയ്ത് അങ്ങനെ അറിയേണ്ടവനല്ല റബ്ബ് സുബ്ഹാനഹു വ തആല. മറിച്ച് അള്ളാഹുവിനെല്ലാം നേരത്തെ കൂട്ടി അറിയാൻ സാധിക്കും. ഈ 2010 ആര് ജനിക്കും, 25 ആര് ജനിക്കും, 26 ആര് ജനിക്കും, അവൻ ജനിച്ച് എങ്ങനെയൊക്കെ പെരുമാറും, എന്തൊക്കെ കാര്യങ്ങൾ പറയും, എന്തൊക്കെ കാര്യങ്ങൾ എഴുതും, എന്തൊക്കെ കാര്യങ്ങൾ നിലപാടെടുക്കും, ഇതെല്ലാം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്ന എല്ലാ അറിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന് അങ്ങനെ കഴിഞ്ഞുപോയ അറിവെന്നോ വരാനിരിക്കുന്ന അറിവെന്നോ ഗോപ്യമായ അറിവെന്നോ പരസ്യമായ അറിവെന്നോ അങ്ങനെ വ്യത്യാസം റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്കില്ല. അത് പടപ്പുകൾക്കാണ്. നമ്മൾ പടപ്പുകളെ പോലെ അള്ളാഹുവിനെ കണക്കാക്കാൻ പാടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല. അള്ളാഹു തആലക്ക് എല്ലാം നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ആ പേനയോട് എഴുതാനും പറഞ്ഞു. ആ പേന അത് എഴുതി. ചിലർ തെറ്റിദ്ധരിക്കും, ഇങ്ങനെ എല്ലാം നേരത്തെ എഴുതിയാൽ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ തിന്മ പ്രവർത്തിക്കണം എന്ന് എഴുതിയോണ്ടല്ലേ നമ്മൾ തിന്മ പ്രവർത്തിക്കുന്നത്? അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ വിട്ടു നിൽക്കുക? നമ്മൾ വിട്ടു നിന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. സഹോദരങ്ങളെ, നമുക്കറിയുകയില്ല നമ്മുടെ മേൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത്, നമുക്കറിയുകയില്ല. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനീതി കാണിച്ചിട്ട് നമുക്കെതിരെ നിർബന്ധമായി തിന്മ എഴുതി നമ്മളെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്നതല്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇൽമാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. അഥവാ നമ്മൾ തിന്മ ചെയ്യുമോ അതല്ല നമ്മൾ നന്മ ചെയ്യുമോ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നേരത്തെ അറിയാം. നീ ചെയ്തിട്ട് വേണ്ട. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എഴുതി വെക്കുന്നത്. അല്ലാതെ നിന്നെ കൊണ്ട് നിർബന്ധിച്ച് കുറച്ച് ആളുകൾ തിന്മ ചെയ്യിപ്പിച്ച് കുറച്ച് ആളുകൾ നന്മ ചെയ്യിപ്പിച്ച് അങ്ങനെയല്ല. അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ തന്നെ നല്ല കൽബുകൾ നൽകിയിട്ടുണ്ട്. അവർക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, അള്ളാഹു ഒരടിമകളോടും ഒരിറ്റ് അക്രമം അള്ളാഹു ചെയ്യുകയില്ല. എല്ലാവർക്കും നീതിയാണ്. എല്ലാവർക്കും. ഇവിടെ കാഫറുകൾ പഴിച്ചുപോയത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് അനീതി കാണിച്ചിട്ടല്ല, മറിച്ച് അവർ പഴിച്ചുപോയത് അവരുടെ കൽബ് അത്ര മോശമായതുകൊണ്ടാണ്. അവരുടെ കൽബ് കിബറ് കൊണ്ടും അഹങ്കാരം കൊണ്ടും അതുപോലെ തന്നെ താൻ പൊരിമ കൊണ്ടൊക്കെ അവന് എനിക്ക് ഇസ്ലാം സ്വീകരിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെ തന്നെ മരിച്ചു പോകുന്നത്. അല്ല നമ്മളാരും ബേജാറാവേണ്ടത്. എന്താ കുറേ ആളുകൾ അങ്ങനെ പോകുന്നു, ഒരിടത്ത് എത്തുന്നില്ല, ഒരിക്കൽ അറിയുന്നില്ല, ഒരു ജനിച്ച് അങ്ങനെ തറവാട്ടിൽ ജനിച്ച് അങ്ങനെ മരിച്ചു പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും ഒരിറ്റ അനീതി ചെയ്തിട്ടില്ല. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അള്ളാഹു തആല എല്ലാവരോടും പൂർണ്ണമായ നീതിയും പൂർണ്ണമായ ഹിക്മത്തിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹുവിന്റെ ഒരു പ്രവർത്തനവും ലോകത്തില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു അവനോടൊരു അനീതി ചെയ്തിട്ടില്ല. തിന്മ ചെയ്യരുത് എന്ന് പറയാനുള്ള പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്, എല്ലാം നൽകിയിട്ടുണ്ട്. അവനായിട്ട് തെരഞ്ഞെടുത്തതാണ് അവന്റെ തിന്മയുടെ വഴി. അവൻ അങ്ങനെ തെരഞ്ഞെടുക്കുമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ തെരഞ്ഞെടുത്തിട്ട് വേണ്ട അറിയാൻ. അള്ളാഹുവിനെ നേരത്തെ അറിയാം, നീ എന്തായാലും ഇങ്ങനെ ചെയ്യുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കൂട്ടി എഴുതിയതാണ്. അതാണ് കാര്യം. അതല്ലാതെ നേരെ തിരിച്ചല്ല. അള്ളാഹു അങ്ങനെയൊക്കെ നിർബന്ധിച്ച് എഴുതിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യൂ, നമ്മൾ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല എന്നല്ല. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ ഞാൻ അമല് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അവന്റെ ഭൗതികമായ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. അല്ലെ, ഒരാൾ ഭക്ഷണമൊക്കെ അള്ളാഹു റിസ്ക് നേരത്തെ എഴുതിയിട്ടുണ്ട്. നല്ല വിശക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ തന്നെ അങ്ങനെ കുറ്റിയിട്ടിരിക്കാം, കാരണം റിസ്ക് നേരത്തെ എഴുതുന്നതാണ്. എനിക്ക് ഈ നേരത്തെ ഭക്ഷണം ഉണ്ടെങ്കിൽ വന്നോളും എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വീട്ടിലിരിക്കുമോ? ഒരാൾ ഇരിക്കൂല. ഇരുന്നാൽ തന്നെ കുറച്ചങ്ങോട്ട് വിശക്കുമ്പോൾ പുറത്തിറങ്ങും. അത് റിസ്ക് അന്വേഷിക്കണം, അപ്പോഴാണ് റിസ്ക് കിട്ടുക. അത് അള്ളാഹു നേരത്തെ എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ വഴി നീ മുന്നിട്ട് ഇറങ്ങണം. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നിനക്ക് സ്വർഗം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് നീ എത്തുക. അപ്പോൾ നിനക്ക് സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതുന്ന സമയത്ത് നീ ഇന്ന സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് സ്വർഗം അങ്ങനെയാണ് എഴുതുക. അല്ലാതെ ഒന്നുമില്ലാതെ നേരെ സ്വർഗം, തിന്മൊന്നും ചെയ്യാതെ നരകം, അങ്ങനെയല്ല. അപ്പൊ ആ സൽക്കർമ്മത്തിന്റെ വഴി നമ്മൾ തെരഞ്ഞെടുത്ത് അത് ഓരോന്നോരോന്നായി ചെയ്യുക. എങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ അറ്റത്ത് അള്ളാഹു നമുക്ക് സ്വർഗം എഴുതിയത് അവിടെ ഉണ്ടാകും. നമ്മൾ തിന്മയുടെ വഴിയിലാണെങ്കിൽ നമ്മളത് ഭയപ്പെടണം. നമുക്ക് അപ്പുറത്തേക്ക് നമുക്ക് നരകമാണോ അള്ളാഹു എഴുതിയത് നമ്മൾ ഭയപ്പെടണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നന്മകൾ ചെയ്യാതെ തിന്മകൾ ചെയ്യാതെ നിന്നാൽ നമുക്കായിരിക്കും നഷ്ടം ഉണ്ടാവുക. അത് ശ്രദ്ധിക്കുക.
പിന്നീട് നോക്കൂ, അടുത്ത റിവായത്തിൽ വന്നത് ഇഹ്ഫളില്ലാ തജിദുഹു അമാമക്, നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, തജിദുഹു അമാമക്, അള്ളാഹുവിനെ നിനക്ക് മുമ്പിൽ കാണാവുന്നതാണ്. അഥവാ റബ്ബു സുബ്ഹാനഹു വ തആല നിന്റെ സംരക്ഷകനായിട്ടും നിനക്ക് രക്ഷകനായിട്ടും അവൻ്റെ എല്ലാ രൂപത്തിലുള്ള അവൻ്റെ സംരക്ഷണം ഹിഫ്ള് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു. അതിൻ്റെ അർത്ഥം ഒരിക്കലും മുസീബത്തുകൾ ബാധിക്കുക ഇല്ല എന്നല്ല. മുസീബത്തുകൾ ബാധിക്കുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ ഹിക്മത്തുകൾ പ്രകാരം ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് പറയുന്നു, തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ യഅരിഫുക ഫി ശിദ്ദ. മനുഷ്യന് 2 കാലഘട്ടങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, നല്ല കാലഘട്ടങ്ങൾ ഉണ്ടാകും, സന്തോഷമുള്ള ആഫിയത്തുള്ള ആരോഗ്യമുള്ള കാലഘട്ടങ്ങൾ ഉണ്ടാകും. 2, ആപത്ത് കാലഘട്ടങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങളായിരിക്കും, ശാരീരികമായ ബുദ്ധിമുട്ടുകളായിരിക്കും, അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇങ്ങനെ നല്ല സന്തോഷത്തിൻ്റെ കാലഘട്ടം ഉണ്ടാവും, ദുഃഖത്തിൻ്റെ കാലഘട്ടമൊക്കെ ഉണ്ടാവും, പ്രയാസത്തിൻ്റെ കാലഘട്ടം ഉണ്ടാവും, സന്തോഷത്തിൻ്റെ കാലഘട്ടം ഉണ്ടാവും. ഇവിടെ പറയുന്നു, തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ, നിനക്ക് എളുപ്പമുള്ള നല്ല ആഫിയത്തൊക്കെ ഉള്ള കാലഘട്ടത്തിൽ, അള്ളാഹു നിന്നെ സന്തോഷിപ്പിക്കുന്ന കാലഘട്ടത്തിൽ നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക. എന്ന് പറഞ്ഞാൽ റബ്ബിനെ മറന്നു പോകാൻ പാടില്ല. അള്ളാഹു അനുഗ്രഹങ്ങൾ നിനക്ക് ഒരുപാട് നൽകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തന്നെയാണ്, ശുക്ർ ചെയ്തുകൊണ്ടൊക്കെ അള്ളാഹുവിലേക്ക് തന്നെയാണ് നീ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിനെ മറന്ന് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ യഅരിഫുക ഫി ശിദ്ദ, നിനക്കൊരു പ്രയാസം വരുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ അറിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ പ്രയാസത്തിൽ മാത്രം അള്ളാഹു അറിയുന്നുള്ളൂ എന്നല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ട് നമ്മെ അറിയുന്നുണ്ട്. പക്ഷേ പ്രയാസം വരുന്ന സമയത്ത് നമുക്ക് റബ്ബിന്റെ സഹായം പെട്ടെന്ന് കിട്ടുന്നതാണ് എന്നാണ്. അപ്പോൾ പ്രയാസം വരുന്ന സമയത്ത് ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടുക അവന് സന്തോഷ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ നന്നായി തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ മറക്കാണ്ട് ജീവിച്ചവർക്കാണ്. അവർക്കാണ് പെട്ടെന്ന് പ്രയാസം ഉണ്ടാകുന്ന സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മറക്കുകയില്ല. അള്ളാഹ്ക്ക് അറിയാം നല്ല കാലഘട്ടത്തിലും എന്നെ നന്നായി മറക്കാതെ ഇബാദത്ത് ചെയ്തവനാണ്. അതുകൊണ്ട് അവനൊരു പ്രയാസം ഉണ്ടായാൽ അവൻ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകും. ഒരു ഹദീസിൽ കാണാം, വമൻ അറാദ അൻ യസ്തജീബ അല്ലാഹു ലഹു ഫി ശദായിദ് ഫൽയസ്അലില്ലാഹ് ഫിർ റഖാ. ആരെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹു പെട്ടെന്ന് ഉത്തരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന് നല്ല കാലഘട്ടത്തിൽ അവൻ എന്ത് ചെയ്യട്ടെ? അള്ളാഹിനോട് ചോദിച്ചു കൊള്ളട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ കാലഘട്ടത്തിലും പ്രയാസം ഉണ്ടായാലും ശരി, സന്തോഷം ഉണ്ടായാലും ശരി, അള്ളാഹിനെ തിരിച്ചറിയുന്നവരാണ്. എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുന്നവരാണ്. അവരാണ് ഏറ്റവും ഉത്കൃഷ്ടർ. എന്നാൽ ചിലരെന്ത് ചെയ്യും? അവർ പ്രയാസമുള്ളപ്പോൾ അള്ളാഹിനെ അറിയാത്ത പോലെയാണ്. ബുദ്ധിമുട്ടുണ്ടായാൽ എപ്പോൾ തുടങ്ങും നിസ്കാരം, തഹജ്ജുദ്, എല്ലാ നിസ്കാരങ്ങളും എല്ലാം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നായി ഇബാദത്ത് ചെയ്തു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയാൽ അള്ളാഹിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സിൽ ഇടിവ് വന്നാൽ അപ്പോൾ പ്രാർത്ഥന, അല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ല, നിസ്കാര സമയത്തില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ അറിയുന്ന ആളുകളുണ്ടാകും. അവർ അതിൽ വഴികേടിലുള്ള ആളുകളാണ്. ഏറ്റവും മോശപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് പ്രയാസം ഉണ്ടായാലും അള്ളാഹിനെ അറിയില്ല, സന്തോഷം ഉണ്ടായാലും അറിയില്ല. ഒരു ഘട്ടത്തിലും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്തതായ ആളുകൾ ഉണ്ടാകും. ഇങ്ങനെയും സഹോദരങ്ങൾ ഉണ്ടാകും. അതിൽ ആദ്യത്തെ വിഭാഗത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ഉൾപ്പെടേണ്ടത്. അതിനുശേഷം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅലം അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിയക. നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിനക്ക് ബാധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ നിന്നെ ബാധിച്ചതായ ഏതൊരു കാര്യമുണ്ട് എങ്കിലും ലം യകുൻ ലിയുഖ്തിയക, അത് നിന്നെ തെറ്റിപ്പോകാനുള്ളതായിരുന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയാൻ പഠിച്ചാൽ ഞാൻ അന്ന് ആ വഴിക്ക് പോകേണ്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് സംഭവിച്ചത്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. കാരണം അള്ളാഹു നിനക്കൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റിപ്പോവുകയില്ല. അല്ലെ, പലരും പറയും അന്ന് ആ വഴി പോയപ്പോഴാണ് ആക്സിഡൻ്റ് ആയിപ്പോയത്, സാധാരണ ഈ വഴിയിലേക്കാണ് പോയത് എന്ന് പറയും. അല്ല, അന്ന് രാത്രി പോയപ്പോഴാണ് പറ്റിയത്, സാധാരണ അങ്ങനെ പോവാത്തതാണ്. ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പുറത്തോൻ്റെ പോകുന്നൊന്നും വന്നിട്ട് നമ്മളുടെ ഇടയിലേക്ക് വരില്ല. വളരെ കൃത്യം മനസ്സിലാക്കണം. 10,000 കൂടിയിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമ്മളെ തലക്ക് വന്ന് വീണെങ്കിൽ നമ്മളെ തലക്ക് തന്നെ വീഴും. ഇപ്പുറത്തോം തലമാറ്റി എന്ന് വെച്ചാൽ നമ്മളെ തലക്ക് വരൂല. നമ്മളെ തലക്ക് വരണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കണം ഇപ്പുറത്തോം മാറിയിട്ട് നമ്മളെ തലക്ക് തന്നെ വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏത് കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അത് മറ്റൊരാളിലേക്ക് തെറ്റിപ്പോവുകയില്ല. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉദ്ദേശിച്ചത് തെറ്റിയിട്ട് ഇങ്ങോട്ട് വന്നതല്ല. അത് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ചെയ്യുന്ന കാര്യമാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് എഴുതിയ കാര്യങ്ങൾ അത് നമുക്ക് തന്നെ സംഭവിക്കും.
അതുപോലെ തിരിച്ചും പറഞ്ഞു അന്നമ അഖ്തഅക ലം യകുൻ ലിയുസീബക്, നിനക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാതെ നിന്നിൽ നിന്നും തെറ്റിപ്പോയ കാര്യങ്ങൾ ഉണ്ടാകും, അത് നിനക്ക് കിട്ടേണ്ടതായിരുന്നില്ല, അത് നിനക്ക് കിട്ടാൻ പാടില്ലായിരുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ജോലി അന്വേഷിച്ച് പോയി അവിടെ നല്ലൊരു ജോലിയായിരിക്കും, പക്ഷെ അവസാനം എത്തിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. അള്ളാഹു നിനക്ക് ഉദ്ദേശിച്ചിട്ടില്ല. നീ നിന്റെ പരിശ്രമങ്ങൾ നടത്തണം, പക്ഷെ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ ഒരു മുഅ്മിൻ കഴിഞ്ഞുപോയ കാര്യമാകട്ടെ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാകട്ടെ ടെൻഷൻ അടിച്ചിരിക്കുക എന്ന് പറയുന്നത് അവന്റെ രീതിയിൽപ്പെട്ടതല്ല. ഖദർ എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തരുന്ന കാര്യമാണ്. നമ്മൾ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും, ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ നടക്കുന്നില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ഉദ്ദേശിച്ചിട്ടില്ല. കുട്ടികളില്ലാത്ത ആളുകൾ ഉണ്ടാകും, വലിയ പ്രയാസമുള്ള ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പം നൽകുമാറാകട്ടെ. പക്ഷേ അവരും ചിന്തിക്കേണ്ട കാര്യമാണ്, അവർക്കത് അള്ളാഹു നൽകാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് നിനക്ക് നൽകാത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഹിക്മത്ത് കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുന്നത് ഒരു പക്ഷെ നിങ്ങൾക്ക് നല്ലതായിരിക്കുകയില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ കുട്ടി ഇല്ലാതിരുന്നാൽ നിങ്ങൾ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഖൈറുകൾ പരലോകത്ത് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അങ്ങനെയുള്ള കുട്ടികൾ അള്ളാഹു തആല നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഖദറുമായി ബന്ധപ്പെട്ട ഈ കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് ലഭിക്കാനുള്ളതല്ല, നമുക്ക് ലഭിക്കാൻ പാടില്ലായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് തെറ്റിപ്പോകേണ്ടത് തന്നെയായിരുന്നു എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് പറയുന്നു വഅലം അന്ന നസ്റ മഅസ് സബ്ർ, മനസ്സിലാക്കുക തീർച്ചയായും സഹായം എന്ന് പറയുന്നത് അത് ക്ഷമയോടൊപ്പം ആണ് ഉണ്ടാകുക എന്നാണ്. അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ അത് എന്തു വേണം? വിജയം എന്ന് പറയുന്നത് അത് ക്ഷമയോടൊപ്പമാണ്. അപ്പൊ വിജയം എന്ന് പറയുന്നത് ശത്രുക്കൾക്കെതിരെയുള്ള വിജയമാകട്ടെ, അത് ഇസ്ലാമിക ജിഹാദിന്റെ വിജയമാകട്ടെ, ശത്രുക്കൾക്കെതിരെയുള്ള എല്ലാ വിജയങ്ങളും മുഅ്മിനീങ്ങൾ നന്നായി ക്ഷമിക്കുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അള്ളാഹു അവരെ ഒന്ന് പരീക്ഷിക്കും, പ്രയാസം അവർക്ക് നൽകും. അവരെങ്ങനെ റബ്ബിനോട് പ്രതികരിക്കുന്നു, ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ടോ, തുറവിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സഹായം നൽകുന്നതാണ്, വിജയം നൽകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് 3 തരത്തിൽ സബറുണ്ട്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ ക്ഷമ ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ക്ഷമയോടുകൂടി നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ കൃത്യമായി ഒരാൾ പുലർത്തിപ്പോകുന്ന, ഒരു ഫജറിന് നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ അത്യാവശ്യം ക്ഷമ വേണം, അല്ലെ? നല്ല ക്ഷമ വേണം. ക്ഷമ ഇല്ലാത്ത അക്ഷമർക്കൊന്നും എണീക്കാൻ സാധിക്കുകയില്ല. സബർ വേണം. തന്റെ ശരീരത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി പിടിച്ചു കെട്ടുക. സബർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ പിടിച്ചു കെട്ടുക എന്നുള്ളതാണ്. ആ സബർ ഉണ്ടെങ്കിൽ അള്ളാഹു അതിന് സഹായം നൽകുന്നതാണ്. അതുപോലെ തിന്മകൾ ചെയ്യാതെ നമ്മുടെ ശരീരത്തെ പിടിച്ചു വെക്കണമെങ്കിലും സബർ വേണം. ആ സബർ നമുക്കുണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം നൽകുന്നതാണ്. അതുപോലെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്തും സബർ വേണം. ആ സബറിൽ നമ്മൾ ആ പരീക്ഷണത്തിൽ സബർ ചെയ്താൽ എന്ത് ചെയ്യും? അന്ന നസ്റ മഅസ് സബ്ർ, നമുക്ക് വിജയം അതോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം പറയുന്നു അന്നൽ ഫറജ മഅൽ കർബ്, അതുപോലെ പ്രയാസത്തോടൊപ്പമാണ് തുറവി ഉണ്ടാവുക. ഏതൊരു പ്രയാസം ഉണ്ടെങ്കിലും അതിന്റെ പിന്നിലൊരു തുറവി ഉണ്ടാകും. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ആ പ്രയാസത്തിന്റെ കാലയളവ് വർദ്ധിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് തീർക്കാം, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. ചെറിയ കാലയളവിൽ അള്ളാഹു തആല പരീക്ഷിച്ചിട്ട് പിന്നെ എളുപ്പം നൽകും. ചിലപ്പോൾ ഒരു വലിയ കാലയളവ് പരീക്ഷണമായിരിക്കും, തുറവി നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര പ്രവാചകന്മാർക്ക് പ്രയാസങ്ങൾ നൽകി, രോഗങ്ങൾ നൽകി, ബുദ്ധിമുട്ടുകൾ നൽകി. പക്ഷെ പിന്നീട് അവർക്ക് അതിൽ നിന്ന് രക്ഷ നൽകിയതാണ് അറിയിക്കുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലപ്പെടുമെന്ന് ഭയപ്പെട്ടു. ഫിർഔൻ കടലിൽ മുക്കി കൊല്ലാൻ വേണ്ടി ഒരുങ്ങി. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശേഷം സഹായം നൽകി. അല്ല, അവര് മരണം മുന്നിൽ കാണുന്ന സമയത്താണ്, മുന്നിൽ കടലാണ്, പിന്നിൽ നമ്മളെ കൊല്ലാൻ വരുന്ന വലിയ സൈന്യമാണ്, മിസ്ർ ഭരിക്കുന്ന വലിയ രാജാവാണ്, ചില്ലറക്കാരനായ ഏതെങ്കിലും ആളല്ല. ആ രാജ്യം മൊത്തം ഭരിക്കുന്ന ഭരണാധികാരിയും അവന്റെ പടയാളികളുമാണ്, കൊല്ലാനാണ് ശ്രമിക്കുന്നത്. മുമ്പിൽ കടലാണുള്ളത്, ഒരു രക്ഷയുമില്ല. ആ സമയത്ത് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകിയില്ലേ? നൽകി. വഅന്നൽ ഫറജ മഅൽ കർബ്, പ്രയാസത്തോടൊപ്പം സഹായം ഉണ്ടാകും, മനസ്സിലാക്കണം. വഅന്നൽ യുസ്റ മഅൽ ഉസ്ർ, അതുപോലെ ഞെരുക്കത്തോടൊപ്പം സഹായം ഉണ്ടാകും. അല്ലാഹു തആല പറഞ്ഞ ഇന്നൽ യുസ്റ ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ, തീർച്ചയായും ഉസ്റിനോടൊപ്പം, ഞെരുക്കത്തോടൊപ്പം യുസ്ർ ഉണ്ടാകുന്നതാണ്. നമ്മളെപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഖദറിന്റെ കാര്യം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രയാസമുണ്ടോ തുറവി ഉണ്ടാകും, ഞെരുക്കമുണ്ടോ എളുപ്പമുണ്ടാകും, സബറുണ്ടോ വിജയമുണ്ടാകും. ഇതെല്ലാം സഹോദരങ്ങളെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അങ്ങേയറ്റത്തെ ഖേദത്തിൽ കഴിഞ്ഞു പോകുക എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാവുകയില്ല. അത് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് യഥാർത്ഥത്തിൽ പിശാചുക്കൾ നമ്മളെ കൽബിനെ തളർത്തുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു,
ചില ആളുകൾക്ക് ഒരു ജോലിയൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കാലങ്ങളോളം സങ്കടമായിരിക്കും. അല്ലെങ്കിൽ വിചാരിച്ച സമയത്ത് ഏതെങ്കിലും വിവാഹം നടന്നിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ പ്രൊജക്റ്റുകൾ നഷ്ടപ്പെട്ടു പോയി, കച്ചവടത്തിലോ മറ്റോ ഒക്കെ ഒരുപാട് ടെൻഷനുകളും ബുദ്ധിമുട്ടുകളായിരിക്കും. അങ്ങനെ ആക്കാൻ പാടില്ല. അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതുപോലെ ഭാവി എന്താകും, ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടും ടെൻഷൻ വേണം. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചിട്ടും നമുക്ക് ടെൻഷനുകൾ വേണ്ട. ഭാവി എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടും ടെൻഷൻ വേണ്ട. നമ്മൾ ഈ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ പറഞ്ഞ ഓരോ ദിവസവും അത് മനോഹരമായി നമ്മൾ പണിയെടുക്കുക. അത് ദുനിയാവിൻ്റെ പണിയാണെങ്കിൽ ദുനിയാവിൻ്റെ പണിയെടുക്കുക, ആഖിറത്തിൻ്റെ പണിയാണെങ്കിൽ ആഖിറത്തിൻ്റെ പണിയെടുക്കുക. രണ്ടും അതിൻ്റെതായ അമലുകൾ ചെയ്യുക. രണ്ടിടത്തും നമുക്ക് സമാധാനം കിട്ടാനുള്ള കാര്യം അതാണ്. ഈ സമയത്ത് നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു കാര്യമില്ല. നമുക്ക് നാളത്തേക്ക് അത് സന്തോഷം ഉണ്ടാവില്ല. നമ്മളിപ്പം പ്രയാസപ്പെടുകയാണെങ്കിൽ നമുക്കതുകൊണ്ടൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, ഹസദ് ഉണ്ടാവുകയില്ല ഈ വിശ്വാസം ഉണ്ടെങ്കിൽ. അസൂയ, കാരണം അള്ളാഹു അവന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് അവന് കിട്ടിയത്, അത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഹസദുള്ള, അസൂയ ഉള്ള ഒരുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്, അള്ളാഹുവിന്റെ ഖദറിനോട് പോരാടുന്ന ഒരുവനെ പോലെയാണ്. അല്ലെ, അള്ളാഹു അവനെങ്ങനെ നൽകിയ, അവനോട് അസൂയ ഉണ്ടെങ്കിൽ എന്താണ് നീ പറയുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ? അള്ളാഹു അവന് കൊടുക്കാൻ പാടില്ല. നീ ആരാണ് ചോദിക്കാൻ അള്ളാഹു അവന് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്? അള്ളാഹു അവൻ ഉദ്ദേശിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു പല ഹിക്മത്ത് കൊണ്ട് കൊടുത്തതാണ്. നീ എങ്ങനെയാണ് നീങ്ങിപ്പോകണം എന്ന് ആഗ്രഹിക്കലാണല്ലോ ഹസദ്. ഹസദ് എന്ന് പറഞ്ഞാൽ അതാണ്, ഒരാളിലുള്ള അനുഗ്രഹങ്ങൾ, സൗന്ദര്യമാകട്ടെ, അറിവാകട്ടെ, അതല്ലെങ്കിൽ സമ്പത്താകട്ടെ, എന്തുമാകട്ടെ, അത് നീങ്ങിപ്പോകണമെന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹത്തിനാണ് ഹസദ് എന്ന് പറയുന്നത്. ചിലരത് പറയും, ചിലത് പറയാതെ ഒളിപ്പിച്ചു വെക്കും. അതൊക്കെ അസൂയയാണ്, വളരെ ഗൗരവമുള്ള തിന്മയാണ്. യഥാർത്ഥത്തിൽ അസൂയക്കാരൻ എന്താണ് ചിന്തിക്കുന്നത്? അള്ളാഹു അവനത് കൊടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ അള്ളാഹു കൊടുത്ത ശരിയായിരുന്നു, എനിക്കും തരേണ്ടത്, ഞാനാണ് അർഹൻ, മറ്റൊൻ്റെ അർഹനല്ല, അവൻ്റെ നീങ്ങിപ്പോകട്ടെ, എന്നിട്ട് എനിക്ക് കിട്ടട്ടെ. ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അവൻ്റെ നീങ്ങിപ്പോയാൽ മതി. ഇതൊക്കെ ഹസദാണ്. ഇത് ഖദറിലുള്ള വിശ്വാസക്കുറവാണത്. ഖദറിൽ ഉറച്ചു വിശ്വസിക്കുന്നവന് ഹസദ് ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹു ഉദ്ദേശിച്ചവന് കിട്ടി. ചിലപ്പോൾ അത് ഹൈറായിക്കൊള്ളണമെന്നൊന്നുമില്ല, ചിലപ്പോൾ അത് ഷെറായിരിക്കാം, ചിലപ്പോൾ പരീക്ഷണമായിരിക്കാം. അള്ളാഹു ഒരാൾക്ക് ഇങ്ങനെ ബിസിനസ് വർദ്ധിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു, ഇതൊക്കെ അവന് ഹൈറായിക്കൊള്ളണമെന്നില്ല, അള്ളാഹു പരീക്ഷണമായിരിക്കാം. എനിക്ക് നൽകിയിട്ടില്ല, എനിക്ക് എന്തെങ്കിലും ഹൈറുണ്ടാകും, എനിക്കത് കിട്ടാത്തതിൽ അള്ളാഹുവിന് ഹിക്മത്തുണ്ടാകും. ആ രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊക്കെയാണ് ഈ ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞ ഫായിദകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.